ഭാഗ്യലക്ഷ്മി വക്കീലിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഇവിടെ ഞാൻ തളയ്ക്കപ്പെട്ടു പോയി, തകർന്നുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും പറഞ്ഞു പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണുന്നത് ജഗനെ കാണാൻ ജയിലിലെത്തുന്ന ദിയയാണ്. ദിയ ചോദിക്കുകയാണ്, അറിയുമോ എന്നെ? ജഗൻ പറയുകയാണ്, അതെന്ത് ചോദ്യമാണ്? വാർഡൻ വന്ന് ഒരാൾ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പോലൊരു പെൺകുട്ടിയെ അല്ല പ്രതീക്ഷിച്ചത്, അട്ടബിജു ആണെന്നാണ്. അന്നേരം മനസ്സിലാകാതെ ദിയ ചോദിക്കുകയാണ്, അട്ടബിജുവോ? അതാരാണ്? ചിരിച്ചുകൊണ്ട് ജഗൻ പറയുകയാണ്, ഗുണ്ട, എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഞങ്ങളിൽ ആരെങ്കിലും ഒരാള് പുറത്തു വേണം. അതുകൊണ്ട് ഇത്തവണ അവനെ കോടതി കയറ്റിയിട്ടില്ല. പകരം മറ്റു രണ്ടുപേരെയാണ് കൊണ്ടുവന്നത്. അല്ല, എന്നെ കാണാനായിട്ട് ഇവിടെ വന്നതാണോ? ചിരി വരുത്തി ദിയ പറയുകയാണ്, വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി. അന്നത്തെ ഗുണ്ടകളേക്കാൾ കഷ്ടമായ ഫ്രോഡുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം നിങ്ങളെ പിന്നെ ഞാൻ കാണുന്നത് പത്രത്തിലൂടെയാണ്. അപ്പോഴാണ് ബുള്ളറ്റ് ജഗൻ എന്ന പേര് അറിഞ്ഞതും തൊഴിൽ അറിഞ്ഞതും. ജഗൻ പറയുകയാണ്, ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ആരെയും കൊല്ലാറുമില്ല, തല്ലാറുമില്ല. പിന്നെ ഒരുത്തന് അടി കൊടുക്കണം എന്ന് തോന്നിയാൽ അവൻ ഇനി എന്നേക്കാൾ ആരോഗ്യമുള്ളവൻ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ തല്ലും. സ്ത്രീകളോട് കൈക്കരുത്ത് കാണിച്ചാൽ അവനെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ദിയ പറയുകയാണ്, ഒരുപാട് നന്മയുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എന്നെ കുറിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. കരോൾ ഉടനെ കിട്ടാൻ സാധ്യതയില്ല. ദിയ ചോദിക്കുകയാണ്, ജയിലിൽ കിടക്കാൻ പേടിയൊന്നുമില്ലേ? ആദ്യമായിട്ട് വന്നപ്പോൾ പോലും ഞാൻ പേടിച്ചിട്ടില്ല. ഒറ്റത്തടിയാണ്, മേലും കീഴും നോക്കാനില്ല. കുട്ടി കണ്ടിച്ചെടുത്തോളം കാലം ഇതൊക്കെ തന്നെയായിരിക്കും എന്റെ ജീവിതം. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം, ഏതായാലും എന്നെ കണ്ടപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ദേഷ്യത്തോടെ സംസാരിച്ചില്ലല്ലോ. ജഗൻ പറയുകയാണ്, ഞാനല്ലെങ്കിലും പെൺകുട്ടികളോട് ദേഷ്യപ്പെടാറില്ല, പ്രത്യേകിച്ച് കുഴപ്പക്കാരല്ലാത്ത പെൺകുട്ടികളോട്. ആണിനും പെണ്ണിനും ഉണ്ടല്ലോ വാലും മുളച്ചത്. പെൺകുട്ടികൾ അത്തരക്കാരാണെങ്കിൽ ഞാൻ അങ്ങനെ മിണ്ടാറില്ല. ദിയ ചോദിക്കുകയാണ്, പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിക്കുമോ? ഞാൻ എന്റെ നമ്പർ പറയാം. അന്നേരം ജഗൻ പറയുകയാണ്, അത് സേവ് ചെയ്ത് വെക്കാൻ എന്റെ കയ്യിൽ ഫോണില്ല. സാരമില്ല, ഒരു തവണ പറഞ്ഞാൽ മതി, ഇവിടെ ഇരുന്നോളും. പറ എന്ന് ജഗൻ പറയുമ്പോൾ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ദിയ. ജഗൻ പറയുകയാണ്, ഇനി മറക്കില്ല. പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദിയ. ദിയെ പോലൊരു പെൺകുട്ടി ഇത്ര റിസ്ക് എടുത്ത് എന്നെ ഇവിടെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അതെന്തായാലും ജയിലിൽ കിടന്ന് എനിക്ക് സഹായിക്കാൻ ആകില്ല. പുറത്തിറങ്ങിയിട്ട് മതി. പുറമേ ചിരിച്ചിട്ട് കഴുത്തറക്കുന്ന ചില ദുഷ്ടന്മാർ അവരെക്കാളും നല്ലത് നിങ്ങളെ പോലുള്ളവരാണ് എന്നെനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. ശരിയെന്ന് പറഞ്ഞ് ദിയ പോകാൻ തിരിയുമ്പോൾ ഹലോ എന്ന് വിളിക്കുകയാണ് ജഗൻ. അത്യാവശ്യമാണെങ്കിൽ ഈ ജയിലിന്റെ മതിലിന്റെ വലിപ്പമൊന്നും നോക്കണ്ട, പുറത്ത് കിടക്കാൻ വകുപ്പൊക്കെ ഉണ്ട്. ചിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, അത് വേണ്ട. ഇപ്പോ ശരിയെന്ന് പറഞ്ഞു പോവുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങി ഇറങ്ങുന്ന രചനയാണ്. അന്നേരം രചനയെ വഴിയിൽ വെച്ച് കാണുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി രചനയെ കണ്ട് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി, എടി നിക്കടി എവിടെയെന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് സ്കൂട്ടി എടുത്ത് പോവുകയാണ് രചന. പിന്നീട് കാണിക്കുന്നത് വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന വിജയകുമാറിനെയാണ്. അന്നേരം വിജയകുമാറിനുള്ള ഓംലേറ്റുമായി വരികയാണ് ഭാഗ്യലക്ഷ്മി. ഓംലേറ്റ് കൊണ്ടുവച്ചിട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മദ്യം കഴിക്കുമ്പോൾ ഇതാണല്ലോ വേണ്ടത്. വിജയകുമാർ ചോദിക്കുകയാണ്, താറാവോ കോഴിയോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, താറാവ്. ഡബിളോ സിംഗിളോ എന്ന് വിജയകുമാർ വീണ്ടും ചോദിക്കുമ്പോൾ ദേഷ്യമെന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെ ചോദിക്കാൻ ഇത് തട്ടുകടയൊന്നും അല്ല, വീടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോട്ടലാണ്. രാവിലെയും വൈകുന്നേരവും ആഹാരം കഴിക്കുന്ന അറപ്പുര ഹോട്ടൽ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്നാൽ പിന്നെ അറപ്പുര വീട് എന്നുള്ളത് അറപ്പുര ഹോട്ടൽ എന്നാക്കാം. ഓംലേറ്റ് കഴിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, ഒരു വിരോധവും ഇല്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ കഴിച്ച ഭക്ഷണത്തിനുള്ള പൈസയെങ്കിലും തരും. ഇവിടെല്ലാം ഫ്രീ സർവീസ് ആണ്. ജനകീയ ഹോട്ടൽ എന്ന് വേണമെങ്കിലും പേരിടാം. എടി, നീ വഴക്കിടാൻ വേണ്ടി കേറി വന്നതാണോ? അല്ല, എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്, അത് പറയാൻ വന്നതാണ്. സാമ്പത്തികതയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നതൊന്നും വേണ്ടെന്ന് നീ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെ തറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അത് വേണ്ട. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന പണം പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ട പണമാണ്. കോടതിയിൽ ഒരിക്കൽ പോലും നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല. വിജയകുമാർ പറയുകയാണ്, എനിക്ക് വേണ്ടത് എന്റെ കക്ഷികളുടെ തൃപ്തിയാണ്. കേസ് കഴിയുമ്പോൾ അവരുടെ ചിരിച്ച മുഖമാണ്. ആരെങ്കിലും എന്നെ വിശ്വാസത്തിലെടുത്ത് കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന വാക്ക് വാക്കാണ്. അല്ലാതെ നിന്നെ പോലെ അവസരവാദിയൊന്നും അല്ലടി ഞാൻ. സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതെ, ഞാൻ അവസരവാദിയാണ്. കോടതിയിൽ വരാതിരുന്നത് വലിയ തെറ്റായി പോയി. എല്ലാ സ്ത്രീകളും, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് മനസ്സ് വേദനിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ അച്ഛന്റെ ഒരു തണലാണ്, ഒരു തലോടലാണ്. അതൊന്നും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം.
അത് ഞാൻ പ്രതീക്ഷിക്കുന്നും ഇല്ല. പക്ഷെ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ മക്കൾക്കൊരു ആപത്തുണ്ടായാൽ നിങ്ങൾ കൂടെ നിൽക്കുമോ? എടി, നമ്മുടെ മക്കൾക്ക് എന്ത് ആപത്ത് വന്നാലും എന്ത് തകർച്ച നേരിട്ടാലും ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, അതിന് ഒരേ ഒരു ഉത്തരവാദി മാത്രമേ ഉള്ളൂ. അതവരുടെ അമ്മയാണ്. അവരുടെ അച്ഛനെ വെറുക്കാൻ പഠിപ്പിച്ച അമ്മ. എന്റെ മനസ്സ് തിളച്ചു മറിയുകയാണ് നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്ത്. താഴെ ഫ്രിഡ്ജിനകത്ത് നല്ല ഐസ് വെള്ളമുണ്ട്. അതെടുത്ത് മടമടാന്നങ്ങ് കുടിക്ക്. തിളച്ചതെല്ലാം അങ്ങ് തണുത്തോളും. മനസ്സിലായോ? മക്കൾക്ക് അമ്മ മാത്രമാണ് എല്ലാം. ഇപ്പോൾ അവരുടെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യേണ്ടത് നീയാണ്. അതിലൊരിക്കലും ഞാൻ പങ്കാളിയാവില്ല. ലക്ഷ്മി പറയുകയാണ്, നിങ്ങൾ വാദിച്ച ശ്രീകുമാർ കൊലക്കേസിലെ പ്രതി വിജയിക്കുമായിരിക്കും. അവരെയൊക്കെ വെറുതെ വിടുമായിരിക്കും. എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് തോൽവിയാണ്. അന്നേരം വിജയകുമാർ പറയുകയാണ്, ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നേ, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ വിജയിക്കും, വീട്ടിൽ പരാജയപ്പെടും. അതാണ് എന്റെ അവസ്ഥ. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് വക്കീൽ ഓഫീസിൽ നീ വന്നു എന്നെ കാണാൻ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അത്. അവിടെ വന്ന കാലം മറന്നേ. ഇപ്പോൾ ഇതാ മദ്യപിക്കുന്ന ഭർത്താവിന് ടച്ചിങ്സുമായി മക്കളെ വിടാതെ നീ തന്നെ വന്നു. എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നീ വന്നിരിക്കുന്നത് നമ്മളുടെ മക്കളുടെ കാര്യം സംസാരിക്കാനാണ്. റൈറ്റ്? അവർക്ക് എന്തോ ഒരു ആപത്ത് നീ മുന്നിൽ കാണുന്നുണ്ട്. നീ ഇപ്പോൾ ചോദിച്ചില്ലേ മക്കൾക്കൊരാപത്ത് വന്നാൽ കൂടെ നിൽക്കുമോ എന്ന്? അതിന് വ്യക്തമായ ഭാഷയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ സമനില തെറ്റുന്ന സംഭവം വല്ലതും ഉണ്ടായാൽ പിന്നെ നീയും നിന്റെ മക്കളും പറയുന്നത് തിരുത്തി പറയേണ്ടി വരും. അച്ഛനല്ല മക്കളുടെ ദുരന്തം, അമ്മയാണെന്ന്. നിന്റെ സ്വഭാവവും പ്രവർത്തികളും ആണെന്ന്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇനി എനിക്കൊന്നും പറയാനില്ല. മദ്യത്തിന്റെ ലഹരിയിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ട് കൂർക്കം വലിച്ച് നിങ്ങൾക്കുറങ്ങാം. എന്നാൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അതിന് കഴിയില്ല. സ്വന്തം മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. ആഹാരം പോലും ശരിക്കൊന്ന് കഴിക്കാൻ പറ്റില്ല. ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ല. വിജയകുമാർ പറയുകയാണ്, നിന്റെ മോളെ കുറച്ചു മുൻപ് എന്നോട് പറഞ്ഞതെന്താണെന്നറിയാമോ? അടുത്ത ജന്മത്തിലും നിന്റെ മോളായിട്ട് തന്നെ അവൾക്ക് ജനിക്കണമെന്ന്. മോളുടെ കമന്റാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുകൂടി അവൾ പറഞ്ഞിട്ടുണ്ടാകും, ഈ അച്ഛന്റെ മകളായി ജനിക്കരുതേ എന്ന്. അവൾ അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. നിങ്ങളെ വിട്ട് കളഞ്ഞൂടെ എന്ന് എന്നോട് ചോദിക്കാറുമുണ്ട്. ദേഷ്യപ്പെട്ട് വിജയകുമാർ ചോദിക്കുകയാണ്, എന്നാ പിന്നെ വിട്ട് കളഞ്ഞൂടേടി? വക്കീലായത് കൊണ്ട് ഡിവോഴ്സിന്റെ പ്രൊസീജിയർ ഒക്കെ പെട്ടെന്നങ്ങ് നടക്കും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലം ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ മനുഷ്യർ നാളെ കുറിച്ച് ചിന്തിക്കില്ല. എല്ലാവർക്കുമുണ്ട് വാർദ്ധക്യവും പരസഹായം തേടേണ്ട അവസ്ഥയും. അന്ന് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പിഴ കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ദിയയും ദീപയും. ദിയ പറയുകയാണ്, ഇത്രയും കാലം ഞങ്ങളുടെ ട്രേഡ് മാർക്കായിരുന്നു ഞങ്ങളുടെ അമ്മ. എന്നിട്ട് ഇന്നെന്താ ഞങ്ങളുടെ അമ്മ പതറിപ്പോയത്? ശ്രീകുമാർ എന്ന പയ്യനെ വെട്ടിക്കൊല്ലുന്നത് അമ്മ നേരിട്ട് കണ്ടതാണ്. അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അമ്മയാണ്. ശ്രീകുമാറിന്റെ അച്ഛനും അമ്മയും ആവിട്ട് കരയുന്നത് അമ്മ കൺമുന്നിൽ കണ്ടതുമാണ്. അത്രയൊക്കെ പോരായിരുന്നു അമ്മയ്ക്ക് കോടതിയിലേക്ക് പോകാൻ? അച്ഛൻ തോൽക്കാതിരിക്കാനാണോ അമ്മ കോടതിയിലേക്ക് പോകാതിരുന്നത്? അവൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദീപ. പറയുകയാണ്, അങ്ങനെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അമ്മ മാറി നിൽക്കില്ല. ദീപ പറയുകയാണ്, അമ്മ കോടതിയിൽ പോകാതിരുന്നത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. ഇന്നിവിടെ 2-3 വന്നായിരുന്നല്ലോ. അമ്മ കോടതിയിൽ പോയിരുന്നെങ്കിൽ അവന്മാര് ഞങ്ങളെ വെട്ടിക്കൊന്നേനെ. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ചേച്ചി, എന്നാലും ഇവന്മാരുടെ മുൻപിൽ തോറ്റുകൊടുക്കരുത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ നിങ്ങളെ കരുതിയാണ് കോടതിയിൽ പോകാതിരുന്നത്. ഇത്രയും നാളും അമ്മ അങ്ങനെ ഭയന്നിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് കരുതി അമ്മ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. ഇത്തവണ അമ്മ തോറ്റുപോയി മക്കളെ. അമ്മ അങ്ങനെ തോൽക്കരുത്. അമ്മയുടെ മനസ്സിൽ ഞങ്ങളുടെ മുഖമല്ല ഇപ്പോൾ വേണ്ടത്. കൊല ചെയ്യപ്പെട്ട ശ്രീകുമാറിന്റെയും അയാളുടെ അച്ഛന്റെയും അമ്മയെയുമാണ് ഓർക്കേണ്ടത്. അമ്മ അടുത്ത കോടതി കൂടുമ്പോൾ പോകണം. പ്രോസിക്യൂഷൻ ഈ കേസിൽ ജയിക്കണം. അച്ഛൻ ആദ്യമായി കേസ് തോക്കണം അമ്മയുടെ മുന്നിൽ എന്ന് ദീപ പറയുമ്പോൾ ദീപ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അമ്മയെ ഇങ്ങനെ ചൂടാക്കുന്നത്? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവള് ചൂടാക്കിയതല്ല മോളെ. ദിയമോൾ പറയുന്നതൊക്കെ ശരിയായ കാര്യങ്ങളാണ്. ദിയ പറയുകയാണ്, ഞങ്ങൾക്ക് ഓർമ്മയായതിൽ പിന്നെ അമ്മ പുറമേ കരഞ്ഞിട്ടില്ലെങ്കിലും അച്ഛന്റെ പ്രവർത്തികള് അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, കരയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും അച്ഛന്റെ മുന്നിൽ ജയിക്കണ്ടേ? പക്ഷെ അമ്മേ, എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ അമ്മ ജയിച്ചു കാണാൻ. തലോടിക്കൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങളുടെ അമ്മ തളയ്ക്കപ്പെട്ടുപോയി മോളെ. കൈയും കാലുമൊക്കെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇടവും വലവും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കോടതി മുറിയാണ്. അവിടെ പ്രതിക്കൂട്ട് നിൽക്കുകയാണ് കാർത്തിയും കൂട്ടുകാരും. സാക്ഷിക്കൂട്ടിൽ സദാനന്ദനും. വിജയകുമാർ സദാനന്ദനോട് ചോദിക്കുകയാണ്, കൊല ചെയ്യപ്പെട്ട ശ്രീകുമാറിന് നിങ്ങളോടും നിങ്ങളുടെ മകനോടും
വിരോധം ഉണ്ടായിരുന്നോ? ആനന്ദൻ പറയുകയാണ്, വളരെ താഴ്ന്ന സാധാരണ നിലയിൽ നിന്നും ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ടൗണിൽ 2-3 ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളുണ്ട്. അവിടെ സ്ഥിരമായി മദ്യം കഴിക്കാനായി കൂട്ടുകാർക്കൊപ്പം എത്താറുണ്ടായിരുന്നു ഈ പറയുന്ന പയ്യൻ. ചില സമയത്ത് ബാറിൽ തല്ലുണ്ടാക്കാറും ഉണ്ട്. ഒരു ദിവസം എന്റെ മോനും കൂട്ടുകാരും കിളിമാനൂരുള്ള ഹോട്ടലിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു രംഗത്തിന് സാക്ഷിയായി. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ ബാറിൽ കിടന്ന് അഴിഞ്ഞാടിയ ശ്രീകുമാറിനെയും കൂടെയുള്ള ക്രിമിനൽസിനെയും പിടിച്ച് പുറത്താക്കി. ആ സമയത്ത് തന്നെ എന്റെ മകൻ പോലീസിനെ വിളിച്ച് വരുത്തിയിരുന്നു. പക്ഷേ ശ്രീകുമാർ അവിടുന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകക്ഷികളൊക്കെ അകത്തായി. അതിനുശേഷം പലപ്പോഴും എന്നെയും എന്റെ മോനെയുമൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അനധികൃതമായി കള്ളുകച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞ് ചില പത്രത്തിലൂടെയും ചാനലുകളിലൂടെയും ഞങ്ങളെ ആക്ഷേപിക്കാനും ശ്രമിച്ചിരുന്നു. ജയകുമാർ ചോദിക്കുകയാണ്, അത് നിങ്ങൾക്കും നിങ്ങളുടെ മകനും വൈരാഗ്യം ഉണ്ടാക്കിയില്ലേ? ഒരിക്കലുമില്ല. ആ നേരത്ത് ഞാൻ ശ്രീകുമാറിന്റെ അച്ഛൻ സുബ്രഹ്മണ്യനെ കാണുകയും മകനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിലും എന്നെ വായി തോന്നിയതൊക്കെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു ശ്രീകുമാർ. ചോദിക്കുകയാണ്, എന്നിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റായ സമീപനമൊന്നും ഉണ്ടായിട്ടില്ലേ? അയാളുടെ സാഹചര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ അതിലേക്കൊന്നും പോയില്ല. ഈ ഷീബ കൊലക്കേസും നിങ്ങളുടെ മോനും തമ്മിൽ എന്താ ബന്ധം? സദാനന്ദൻ പറയുകയാണ്, ഒരു ബന്ധവും ഇല്ല സാർ. കൊലപാതകം നടക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ എന്റെ മോൻ മംഗലാപുരത്തായിരുന്നു. അവിടെ എനിക്ക് 10-20 ഹോട്ടലുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് അവൻ പോയിരിക്കുകയായിരുന്നു. വക്കീൽ പറയുകയാണ്, യുവർ ഓണർ, ഷീബ കൊല ചെയ്യപ്പെട്ട ദിവസം എന്റെ കക്ഷിയും മകനും മംഗലാപുരത്താണെന്ന് തെളിയിക്കുന്ന വ്യക്തമായ രേഖകൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. വക്കീല് വീണ്ടും സദാനന്ദനോട് ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകനാണ് ഷീബ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നത്? അത് എന്നോട് അത്യാവശ്യം ദേഷ്യമുള്ള പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉണ്ട് സാർ. അവരുടെ സൃഷ്ടിയായിരുന്നു അതൊക്കെ. ഓക്കെ മിസ്റ്റർ സദാനന്ദന് പോകാം എന്ന് പറയുകയാണ് വക്കീൽ. പറയുകയാണ്, യുവർ ഓണർ, വ്യക്തമായ തെളിവുകളില്ലാത്ത കേസാണിത്. ശ്രീകുമാറിനെ കൊല ചെയ്തത് കണ്ട ദൃക്സാക്ഷികൾ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് അവരെവിടെ? എന്നാൽ എന്റെ കക്ഷിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെന്നും അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ചില സാക്ഷിമൊഴികൾ വ്യക്തമായ തെളിവുകളും ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ ഹാജരാക്കി കഴിഞ്ഞു. യുവർ ഓണർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓർഫനേജുകളിലും മാസാമാസം നല്ലൊരു തുക സംഭാവനയായി നൽകുന്ന ആളാണ് എന്റെ കക്ഷിയും കുടുംബവും. ഇതിന്റെ ഡീറ്റെയിൽസും ഞാൻ തന്നിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാവപ്പെട്ടവനെ സഹായിക്കാൻ മനസ്സുള്ള പെറ്റി കേസ് പോലും ഇല്ലാത്ത എന്റെ കക്ഷിയെയും അയാളുടെ സുഹൃത്തുക്കളെയും പൂർവ്വം കരിവാരി തേക്കാനാണ് ഇവിടെ ചിലർ ശ്രമിക്കുന്നത്. ആയതിനാൽ വ്യക്തമായ എവിഡൻസ് ഇല്ലാത്ത, ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് വിജയകുമാർ. ജഡ്ജി പറയുകയാണ്, സാക്ഷി വിസ്താരം തുടരാം. സാക്ഷിയെ വിളിക്കുകയാണ്. അറപ്പുര വീട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി ഹാജരുണ്ടോ? കാണാത്തത് കൊണ്ട് ജഡ്ജി ചോദിക്കുകയാണ്, ഈ കേസിലെ പ്രധാന സാക്ഷി ഭാഗ്യലക്ഷ്മിക്ക് ഇന്നും തളർച്ചയാണോ PP? അത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ കോടതി മുറിയിലേക്ക് വന്ന ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഹാജരുണ്ട്. അന്നേരം അമ്പരന്ന് തിരിഞ്ഞു നോക്കുകയാണ് കാർത്തി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.